ഇവള് നല്ല മിടുക്കി കൊച്ചാ. ഞാൻ കഴിഞ്ഞതിന്റെ മുമ്പലത്തെ തവണ പായപ്പാട്ട് പോയപ്പോ കണ്ടതാ ഇവള്. വലിയ കുടുംബക്കാരാ, നമുക്കറിയുന്നവരുവാ. നല്ല സുന്ദരി കുട്ടി അല്ലയോ? ചോദിക്കാനുണ്ടോ? ഇവളല്ലേ ഹോം സയൻസ് ആരി? അത് തന്നെ. അസല് കുക്കിങ് നല്ല പെരുമാറ്റമാണെന്നാ സിസിലിയുടെ അപ്പാപ്പൻ എഴുതിയേക്കുന്നേ. ഓ, ഇത് അങ്ങേര് വഴിക്കുള്ള ആലോചനയാണോ? ആ, പുള്ളിയാ ഫോട്ടോ അയച്ചു തന്നെ. ഈ ഹോം സയൻസ് കാര്യങ്ങളും പബ്ലിക് സ്കൂൾ പ്രോഡക്ട്സും ഒക്കെ എന്റെ കൂടെ എങ്ങനെ പൊരുത്തപ്പെടാനാ മമ്മ? എന്താ പൊരുത്തപ്പെട്ട? നിനക്കെന്താ? നിനക്കില്ലേ ഒരു ഡിഗ്രി? എന്നാലും ഇപ്പൊ അവരൊന്ന് നോക്കുമ്പോ തൊഴിൽ കൃഷിയല്ലേ, കിസാൻ. ഈ പിള്ളേർക്കൊന്നും അവിടെ ഒന്നും വന്ന് കിടക്കാനൊന്നും പറ്റിയല്ലോ അമ്മ. 4 ദിവസം കഴിയുമ്പോഴേക്ക് അവിടെ കാണുന്നൊന്നും പിടിക്കാതാവും. പിന്നെ തൊടുന്നെല്ലാം കുറ്റാവും. എനിക്ക് ദേഷ്യം വരും. ഞാൻ എടുത്തിട്ട് തൊഴിക്കും. അവളവളുടെ വീട്ടിലേക്ക് പോവും. എന്തിനാ മമ്മ അതിനൊക്കെ പോകുന്നത്? അതല്ല, അവിടെ കിടന്നോളൂ. നീ പെണ്ണിനെയും കൊണ്ട് ഇവിടെ താമസിക്കണം. അവിടെ ബാക്കി വല്ലതും കാണുകയും ചെയ്യും. അല്ലേൽ അതെല്ലാം കൂടെ വിറ്റ് ആ കാശ് ഇവിടെ എവിടെയെങ്കിലും കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യുകയോ ബാങ്കിൽ ഇടുകയോ ചെയ്യണം. എന്താ കഴിയാൻ പാട്? അയ്യോ മമ്മ, അങ്ങനെയൊക്കെ ഒരു ലൈനിനെ പറ്റി ഒരു 4 നൂറ്റാണ്ടെങ്കിലും കഴിഞ്ഞിട്ട് ഞാൻ ആലോചിച്ചോളാം. ഇപ്പോഴേ ആ പരിപാടി തുടങ്ങിയ ഞാൻ ഇവിടെ വന്ന് വെറുതെ കിടന്ന് തിന്ന് തടിയും വെച്ച് വെള്ളവും അടിച്ച് ഒടുവിൽ പിന്നെ വേറൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് വെള്ളമടി മാത്രമായിട്ട് കലാശിക്കും. ആ, ഞാൻ വിചാരിച്ചു ഇത്തവണയെങ്കിലും ഏതേലും ഒന്ന് ഒപ്പിക്കാമെന്ന്. ഇത്തവണ അല്ലെങ്കിൽ നമുക്ക് അടുത്ത തവണയെങ്കിലും ഏതേലും ഒന്ന് ഒപ്പിക്കാം അമ്മ. ഒപ്പിക്കുന്നു. എന്നെ വെറുതെ വേണ്ടപ്പെട്ടവരുടെ മുമ്പിൽ മണ്ടിയാക്കാൻ വേണ്ടിട്ട് ഇനി മേല നിനക്ക് വേണ്ടി പെണ്ണ് അന്വേഷിക്കുന്ന പ്രശ്നമേ ഇല്ല. ആ, ചേച്ചിയില്ലേ? ആര്? മേരിയോ? അകത്ത് കാണുമല്ലോ. എന്താ? എന്നോട് പറയുകയല്ലായിരിക്കും. അടുത്ത വീട്ടിലെയാ, സോഫിയ. കാലത്തെ കണ്ടു ഭൂമി ഒഴിക്കുന്ന. ഞാൻ കാലത്തെ കുറച്ച് വെണ്ട നടാൻ വേണ്ടിട്ട്. വെണ്ട നടാനായിരുന്നോ? ഞാൻ വിചാരിച്ച ഏതാണ്ട് ഡ്രെയിനേന് പൈപ്പ് ലൈൻ ഇടുമായിരിക്കുന്നു. എന്ത് വെട്ടായെന്നറിയും അമ്മ വെട്ടുന്നത്. ഓടാ. ഞാൻ കള്ളമല്ല അമ്മ പറഞ്ഞ. നല്ല അസല് ലേബർ. സത്യം പറഞ്ഞ ആണുങ്ങൾ തോറ്റു. അതെപ്പോഴും അങ്ങനെ സ്മാർട്ടാ. അടങ്ങിയിരിക്കേ ഇല്ല. എന്തെങ്കിലും പണി എടുത്തോണ്ടിരിക്കും. ആ ഇളയോള് മടിച്ചയാ. അത് പിന്നെ ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു ടൈപ്പ്. ആ തള്ളക്ക് എന്താ പണി? നഴ്സാ. ഇവിടെ വന്ന കാലം തൊട്ട് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കയറി പറ്റാനുള്ള ശ്രമമായിരുന്നു. ഈടെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പണി കിട്ടിയത്. അവര് മണിമലക്കാരിയാ. അങ്ങേര് പുളിങ്കുന്നത്തുകാരനും. മദ്രാസിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റമായിട്ട് വരുമായിരുന്നു. എങ്ങനുണ്ട് പുതിയ അയൽവക്കം? കുഴപ്പമില്ല. മുമ്പ് താമസിച്ചിരുന്ന ഫാമിലിയേക്കാൾ ഭേദമാ. പിന്നെ ചില ദിവസം അങ്ങേര് കൂടുതൽ കുടിച്ചാ ചെവിതല കേക്കണ്ട. ആ ഒരു തകരാറേ ഉള്ളൂ. അത് പിന്നെ വല്ലപ്പോഴും ഒരു ഓളമൊക്കെ വേണ്ടേ? അല്ലേ പിന്നെ അങ്ങേര് എന്തോന്ന് പുളിങ്കുന്നത്തുകാരൻ. ചേച്ചിയോട് കാര്യം പറഞ്ഞോ? പറഞ്ഞു. രഹസ്യമായിരിക്കും. അല്ല, വരട്ടെ. ആ.